2024 വലിയ ഭാഗ്യമുള്ള വർഷമാണ്. മരുമകനും മരുമകളും വരുന്നു, കറക്റ്റ്, സിനിമ ഹിറ്റാവുന്നു അല്ലേ? ആ ഒരു ഭാഗ്യം എങ്ങനെയാണ്? അതല്ലേ അലിയ ഏറ്റവും ഇതിനേക്കാളൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒന്നും നമ്മളായിട്ട് ചെയ്യുന്നതല്ല, സംഭവിച്ചു പോകുന്നതാണ് ജീവിതത്തിൽ. ലാൽ സാറൊക്കെ പറയുന്ന പോലെ സംഭവിക്കുന്നതാണെന്ന് പറയുന്ന പോലെ എനിക്കൊരു മരുമോള് വന്നത്, മരുമോൻ വന്നത്, എല്ലാം തന്നെ അതൊക്കെ തന്നെ ഏറ്റവും 2024 ഏറ്റവും വലിയ സന്തോഷം. രണ്ടുപേരുടെയും കല്യാണം തന്നെയാണ്. മോളുടെ മെയ്യിലാണ് കല്യാണം, മോൻ്റെ സെപ്റ്റംബറിലാണ്. അപ്പോൾ അലിയൊക്കെ വേണം 2 ദിവസം മുമ്പേ വന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട്. അല്ല എന്തായാലും വരാതൊന്നിരിക്കില്ല. ഈ ഒരു ബ്രേക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് മനഃപൂർവ്വം എടുത്തതാണോ ജയറാമേട്ടൻ? മനഃപൂർവ്വം എടുത്താണ് അല്ലേ. കാരണം ഒരേ വട്ടത്തിൽ തന്നെ കിടന്ന് കറങ്ങി എൻ്റെ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞു. ബാക്കി ഭാഷകളുണ്ടല്ലോ, കുറേ ഭാഷകളിൽ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം ചിലവരെന്നിങ്ങനെ കളിയാക്കി പറയുന്ന പോലെ മറ്റ് ഭാഷകളിലൊക്കെ പോയിട്ട് ഈ സൈഡ് വേഷം അഭിനയിക്കാൻ നടക്കണമെന്ന് പറയും. എനിക്കതിനകത്ത് ഒരു വിഷമവും തോന്നിയിട്ടില്ല. കാരണം മറ്റ് ഭാഷകളൊരു സ്വീകാര്യത കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. തമിഴിലും തെലുങ്കിലും, തമിഴിൽ ഞാൻ എത്രയോ വർഷമായിട്ട് അഭിനയിക്കുന്നതാണ്, 10-25 വർഷമായിട്ട് അഭിനയിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾക്കൊക്കെ പോയി ചെയ്യാറുണ്ട്. തെലുങ്കിലും കന്നഡത്തിലും ഒരേപോലെ അവർ ചുമ്മാ റോട്ടിൽ കൂടെ അന്നാ വന്നോളൂ, സൈഡ് റോളുണ്ട്, വന്ന് അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല. അതെ, അവിടെ പടങ്ങൾ ഹിറ്റാവുക, വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ, വലിയ വലിയ അവിടുത്തെ ആക്ടേഴ്സിൻ്റെ കൂടെ 200-300 കോടിയുള്ള പ്രോജക്റ്റുകളുടെ ഭാഗമാവുക, അതൊരു അക്സെപ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഞാനതിൽ ഭയങ്കര അഭിമാനം കൊള്ളുന്നു. അപ്പോൾ അങ്ങനെ സിനിമകളുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടില്ലേ മലയാളം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജീവിതം തന്ന എൻ്റെ അമ്മ വീട് പോലെയാണ്. അപ്പോൾ അവിടെ ഒരു സിനിമ തിരിച്ചും ഒരു നല്ല 3-4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ഹിറ്റ് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് ഭയങ്കര വിഷമം തന്നെയായിരുന്നു. അല്ല, തിരിച്ചു വരുമ്പോ ഒരു ഫാമിലി, ജയറാമേട്ടന് എപ്പോഴും ഫാമിലി സബ്ജക്റ്റുകൾ ഹിറ്റ് അടിച്ചാണ്. സത്യന്തികാണ്ട് ആ സബ്ജക്റ്റുകളൊക്കെ ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അത്തരം ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറിയാണ് ഇത് വരുന്നത്. അതെ, അവിടെ ജയറാമേട്ടൻ ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു? ഇല്ല, അങ്കലാപ്പല്ല. മാറിയ കാലഘട്ടത്ത് വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടുള്ള, ഒരു മെഡിക്കൽ ത്രില്ലർ ആയിട്ടുള്ള സിനിമ വന്നിട്ട് പോലും അവരെല്ലാം ഫാമിലി ഓഡിയൻസ് അതാണ്. അത് വലിയൊരു പോയിന്റ് ആണ്. വലിയ പോയിന്റ് ആണ്. ജയറാമേട്ടനെ അങ്ങനെ എല്ലാ ആളുകൾ കാണുന്നത്. ഇന്നിപ്പോ ഞങ്ങളിപ്പോ തിയേറ്ററിൽ പോയപ്പോ മോനെ എന്നുള്ള വിളിയൊക്കെ കേട്ട് പോകുമ്പോഴത്തേക്ക് 10, 50, 60 വയസ്സുണ്ട് അമ്മയ്ക്കൊക്കെ. എല്ലാരും കുടുംബസമേതാണ് വന്നിരിക്കുന്നത്. മിഥുൻ മാനുവലിന്റെ ഒരു മേക്കിംഗ് രീതിയും മേക്കിംഗ് ഉണ്ട്, മാജിക് അല്ലെ? ആ ഒരു മാജിക്കില് ലൊക്കേഷനിലൊക്കെ എങ്ങനെയാ? മിഥുൻ മാനുവൽ പെട്ടെന്ന് ചൂടാവുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കറിയിൽ പെട്ടെന്ന് ചൂടാവും. പക്ഷെ ആ ചൂട് എനിക്ക് തോന്നുന്നില്ല. അത് ആ ചൂട് ഒരു സെക്കൻഡ് നിൽക്കുന്ന ചൂടായിരിക്കും. അപ്പൊ തീർന്നു. ഇപ്പം ജയറാമേട്ടന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? മിഥുൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലൊരു ഹോസ്റ്റലർ വന്നു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചത്, ഭയങ്കര ഹെവിയാണ്, ജയറാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്, നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ അത് വേണ്ടെന്ന് വയ്ക്കും. എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.